ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നല്ല അടിപൊളി ഒരു ദോശ ചുടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് കലക്കി വെക്കണം. ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം. ഈ സാധനങ്ങളെല്ലാം നല്ല അടിപൊളി ദോശയായിരിക്കും. ചെറിയ ഉള്ളിയും കൂടി ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം എടുത്തിടണം. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി ഞാനിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് വരാം. ചെറിയ ഉള്ളി ചുണ്ടെടുത്തിട്ട് ഇനി കുറച്ച് തേങ്ങയും കൂടി ചെറിയിട്ടെ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഞാൻ എന്നിട്ട് അരച്ചെടുത്തിട്ട് വേഗത്തിൽ വരാം. അപ്പോൾ നല്ല സൂപ്പർ ദോശയായിരിക്കും. നമുക്കതിൽ വേറെ ഒന്നും കറിയൊന്നും വേണ്ടി വരില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ദോശയായിരിക്കും. അപ്പോൾ വേഗം വരുന്നേ. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. നല്ല മണം, ആഹാ എന്താ മണം! നമ്മളെ മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, ക്യാരറ്റ് എല്ലാത്തിൻ്റെയും നല്ല അടിപൊളി മണം. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ടാണിത് കലക്കുന്നു. വെള്ളം വേണ്ടിക്കൽ നമുക്ക് ചേർക്കാം. ജാറിൽ കഴുകിയിട്ട് ഒഴിക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇടാം. നമുക്ക് ദോശക്കുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ. കൈ കൊണ്ട് നല്ലോണം ചേർത്ത് നല്ല അടിപൊളിയാക്കാം നമുക്ക്. ഇത്ര വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം വേണം നമുക്ക്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ ഇതാ കൂട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളി കൂട്ട്, നല്ല മണം, നല്ല അടിപൊളി ദോശയായിരിക്കും. അപ്പോൾ ഞാനിത് ചുടാൻ വേണ്ടിയിട്ട് തട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ചുട്ടെടുക്കാം. വെളിച്ചെണ്ണ ഇരുമ്പിൻ്റെ തട്ടിലാണ് ഞാൻ ചുടുന്നത്, നോൺ സ്റ്റിക്കിലല്ല. നോൺ സ്റ്റിക്കിൽ വേണ്ടിക്കലും ചുടാൻ നമുക്ക്. നോൺ സ്റ്റിക്കിലാകുമ്പം വേഗം പൊളിഞ്ഞ് വരും. ഇതിനെക്കാട്ടും പെട്ടെന്ന്. അപ്പോൾ ഇതാ നമ്മളെ തട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ക്യാരറ്റിൻ്റെ കഷ്ണം അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ദോശയെല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്ക് റെഡിയാക്കും. അപ്പോൾ നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ദോശ മറിച്ചിടാം. ചുക്കരു അങ്ങോട്ട് തെറ്റപ്പാ, എൻ്റെ കാലിന് വന്നിട്ട് ചൊറയല്ല കേട്ടാ. അന്നേരം എനിക്കെന്തോ വരികയാകുന്നുണ്ട്, കാലിന് വന്ന് ചൊറയുമ്പോൾ. അതെ, ഒരു ഏരിയടല്ലേ അന്നേരം നമുക്ക് കാലിന് വന്ന് ചൊറയുമ്പോൾ. അങ്ങോട്ട് നിൽക്കി, വല്ലാത്ത ഏരിയടാക്കുന്നു. മുറിഞ്ഞു ദോശ. നീ അലമ്പാക്കല്ല എന്നാ, എൻ്റെ ദോശയെല്ലാം മുറിഞ്ഞു പോന്ന. അപ്പം ഞാൻ രണ്ടാമത്തെ ദോശ ഇടാൻ നോക്കുന്നുണ്ട്. അത് ഓക്കെ തന്നെ കൊണ്ടു കൊടുക്കുക. ആ ദോശ ഓക്കെ എപ്പോൾ ഞാൻ ആദ്യം ചൂടുന്ന ദോശ കൊണ്ടു കൊടുക്കലുണ്ട്. അതാണ് എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ട് ചൊറയുന്നു. തരാം, നിനക്ക് തന്നെ തരാം. ഞാനത് ആർക്കും കൊടുക്കുന്നില്ല.
കേട്ടാ. എന്നെ വന്ന് അലമ്പാക്കണ്ട, എനിക്ക് തരാം, കടലാസിലിട്ട് തരാം. മഴയല്ലേ, അതുകൊണ്ട് പുറത്തിടാൻ പറ്റൂല. ഓക്കെ, തന്നേക്കാം. ഓക്കെ ഗൈസ്, ഞാൻ വേഗം കൊടുത്തിട്ട് വരുന്നേ. ഇപ്പോൾ കൊടുത്തു. നല്ല ടേസ്റ്റുള്ള ദോശയാണ് ഗൈസ്. കണ്ടാ, സൂപ്പർ ദോശയാണ്. നല്ല എരിവ്, ഉപ്പ് എല്ലാം നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് നെയ്യും കൂടിയാണെങ്കിൽ പറയാൻ വേണ്ടി വരില്ല. അപ്പോൾ ഇത് അടുത്ത ദോശ ചൂടുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ അടിപൊളി ദോശ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വേറെ കറിയൊന്നും വേണ്ട, നല്ല അടിപൊളിയായിട്ട് ഉള്ള ദോശയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു ഗൈസ്. ഇതേപോലത്തെ ദോശ എല്ലാവരും ചുട്ടോളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.